ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ദോശയെല്ലാം ഉണ്ടാക്കുന്ന പോലെ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും, ജസ്റ്റ് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും, ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തതും, കൂടെ തന്നെ ഇതിലേക്ക് നമുക്കൊരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടിയുമായിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട്, എങ്കിലേ നമ്മുടെ ദോശ തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മാവൊന്ന് കോരി ഒഴിക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ തവയിലേക്ക് മാവ് കോരി ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തവ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തവയെല്ലാം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നന്നായിട്ട് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലോട്ട് നെയ്യോ ഓയിലോ വീണ്ടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങ ചമ്മന്തിക്കൊപ്പമോ തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കേണ്ട. അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാം. താങ്ക്